പ്രിയ സജ്ജനങ്ങളെ, ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ദിവസത്തിൽ 3 നേരം നിറം മാറുന്ന ശിവലിംഗം. രാജസ്ഥാനിലെ ധോലാപൂരിൽ സ്ഥിതി ചെയ്യുന്ന അജലേശ്വർ മഹാദേവ ക്ഷേത്രം. ദിവസത്തിൽ 3 പ്രാവശ്യം നിറം മാറുന്ന ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത. രാജസ്ഥാനിലെ സിരോഗി ജില്ലയിലെ ധോലാപൂർ അഗൽഡക് കോട്ടയ്ക്ക് സമീപമാണ് പ്രസിദ്ധമായ അജലേശ്വര മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 9-ാം നൂറ്റാണ്ടിൽ പാർമർ വംശം നിർമ്മിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് പലതരം പ്രത്യേകതകളുണ്ട്. അജലേശ്വർ എന്നാൽ അനക്കമില്ലാത്ത അല്ലെങ്കിൽ സ്ഥായിയായി ഭാവമുള്ള ഇളക്കമില്ലാത്ത ദൈവമെന്നാണ് അർത്ഥം. ശിവനെയാണ് ഇവിടെ അജലേശ്വരനായി ആരാധിക്കുന്നത്. രാജസ്ഥാൻ്റെയും മധ്യപ്രദേശിൻ്റെയും അതിർത്തിയോട് ചേർന്നാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദിവസത്തിൽ 3 തവണ നിറം മാറുന്ന ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ ചുവന്ന നിറത്തിൽ കാണുന്ന ശിവലിംഗം ഉച്ചയ്ക്ക് കുങ്കുമ നിറത്തിലും വൈകിട്ട് ഗോതമ്പിൻ്റെ നിറത്തിലേക്ക് മാറുന്ന അത്ഭുത പ്രതിഭാസമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടുത്തെ അത്ഭുത ശിവലിംഗത്തിൻ്റെ 3 നിറത്തിലും കാണുവാൻ സാധിച്ചാൽ എന്താഗ്രഹവും സാധിക്കുമെന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്. അതിനായി രാവിലെ ഇവിടെ എത്തുന്നവർ 3 നിറങ്ങളിലും ശിവലിംഗം ദർശിച്ച ശേഷം മാത്രം രാത്രിയോടെയാണ് ഇവിടെ നിന്ന് മടങ്ങുക. വിവാഹം ശരിയാകാത്ത ആളുകൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് വിവാഹം ശരിയാകുമെന്നൊരു വിശ്വാസം നിലവിലുണ്ട്. ധാരാളം പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിന് ഉണ്ട്. ശിവൻ്റെ കാലിലെ പെരുവിരൽ ഇവിടെ ഉണ്ട് എന്നാണ് വിശ്വാസം. എല്ലാ ക്ഷേത്രങ്ങളിലും ശിവലിംഗത്തെയോ സ്വയംഭൂ പ്രതിഷ്ഠയെയോ ഒക്കെ ആരാധിക്കുമ്പോൾ ഇവിടെ മഹാദേവൻ്റെ വിരലിനെയാണ് ആരാധിക്കുന്നത്. ശിവൻ്റെ വിരലിനെ ആരാധിക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രവും ഇതാണ്. ഇവിടുത്തെ ശിവലിംഗം ഭൂമിക്കടിയിലേക്ക് എത്ര ആഴത്തിലുണ്ട് എന്നറിയാനായി കുറേ ഗ്രാമീണർ ചേർന്ന് കുഴിച്ചു. എന്നാൽ എത്ര കുഴിച്ചിട്ടും അവർക്ക് അതിൻ്റെ അറ്റം കണ്ടെത്താനായില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അവർ അത് നിർത്തിവെച്ചു എന്നാണ് ഈ സ്ഥലത്തുള്ളവർ പറയുന്നത്. പഞ്ചലോകത്തിൽ തീർത്ത നന്ദിയുടെ പ്രതിമയാണ് ഇവിടുത്തെ മറ്റൊരു വലിയ പ്രത്യേകത. ഒരിക്കൽ മുസ്ലിം തീവ്രവാദികൾ ഇവിടം ആക്രമിക്കാനെത്തിയ സമയത്ത് നന്ദി വിഗ്രഹത്തിൽ നിന്നും പ്രത്യേക തരത്തിലുള്ള ഈച്ചകൾ പറന്നു വരികയും അവ ക്ഷേത്രം നശിപ്പിക്കാനെത്തിയവരെ പായിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ക്ഷേത്രം ആക്രമിക്കാനും നശിപ്പിക്കുവാനും എത്തിയവരെ പലതവണ ഈ ഈച്ചകൾ ആക്രമിച്ച് ക്ഷേത്രത്തെ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ 3 നേരം നിറമാറുന്ന നമ്മുടെ ഭഗവാന്റെ ശിവലിംഗത്തെ പറ്റിയുള്ള ആ മനോഹരമായ ആ ക്ഷേത്രത്തെ പറ്റിയുമുള്ള ശിവലിംഗ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യുവാനോ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരെ നന്ദി.